8 പീസ് നല്ല നാടൻ ചിക്കൻ വരട്ടിയതും പിന്നെ ഒരു ഫുൾ മട്ടൻ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ഇടുന്ന് ലഞ്ചിന് ഓർഡർ ചെയ്തത്. എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശവും ബിരിയാണി റൈസ് മാത്രം അങ്ങോട്ട് കുഴച്ചിട്ട് കഴിച്ച് നോക്കി. അതിന് ശേഷം ചെറിയൊരു കഷ്ണം മട്ടൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട്. ഇവിടുത്തെ മട്ടൻ ബിരിയാണിക്ക് കുറച്ചൊരു യുണീക്ക് ടേസ്റ്റാണ്. അത് വേറെ റെസ്റ്റോറൻറ്റ്സിലെ മട്ടൻ ബിരിയാണി ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റൂലേ. പിന്നെ ഈ പപ്പടം ഞാൻ എക്സ്ട്രാ ചോദിച്ച് വാങ്ങിച്ചതാണ്. ആ ഉള്ളി വഴറ്റിയാക്കിയ മട്ടൻ്റെ മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവർ ബാലൻസ് റൈറ്റ് ഓൺ പോയിന്റ്. പിന്നെ ഈ ചിക്കൻ വരട്ടിയതൊന്നും പറയാനില്ല. ആ നാടൻ മസാലയെല്ലാം ഉണ്ടല്ലോ, അതല്ലോ ചിക്കനിലോട്ട് ശരിക്കും അങ്ങോട്ട് പിടിച്ചിന്. പിന്നെ ആ മട്ടൻ ബിരിയാണിക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അതിൽ മട്ടൻ കുറച്ചൊന്ന് ഹാർഡേനും പിന്നെ എൻ്റെ ടേസ്റ്റിന് മസാല കുറച്ച് ഓവറേനും എന്നത് മാത്രമാണ്. അതിനുശേഷം ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് പിന്നെ ഈ കോക്കനട്ട് പുഡിങ്ങും കഴിച്ചു. ഈ കോക്കനട്ട് പുഡിങ് നല്ല ശോകേനും പ്രത്യേകിച്ച് ഒരു വിചാരം ഒന്നും ഉണ്ടായിട്ടില്ല. ലേശം മധുരം ഉണ്ടേനും എന്നത് മാത്രമാണ്. കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ തളാപ്പ് പാമ്പൻ മാധവൻ റോഡിലെ റാന്തൽ റെസ്റ്റോറൻ്റ് ആണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്